അല്ല, ഞാൻ ക്ലാസ് നടക്കുന്ന സമയത്ത്, പ്രാക്ടീസ് നടക്കുന്ന സമയത്ത് 5:45 ഒക്കെ ആകുമ്പോഴത്തേക്ക് റെഡി ആവണം. അപ്പൊ 4 ആകുമ്പോഴത്തേക്കൊക്കെ നീക്കേണ്ടി വരും. ഞാനൊക്കെ എങ്ങനെയാണെന്നറിയോ, 5:45 റെഡി ആവണമെങ്കിൽ 5:40 ആകുമ്പോൾ ഞാനൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ ഇത് എനിക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ ചെയ്തത്, അതുകൊണ്ട് മാത്രമാണ്. പിന്നെ വേറെ ഒന്നും ചെയ്യാനില്ല, വേറെ പ്രത്യേകിച്ച്. ഇപ്പൊ വീണയുടെ പോലെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല ബിസി ആയിട്ടുള്ള ലൈഫൊക്കെ ആണെങ്കിൽ നമ്മൾ അത് അങ്ങനെ തന്നെ ആയിരിക്കും. ഇതിപ്പോ രാവിലെ 4 മണിക്ക് എണീക്കുമ്പം ബിജുവേട്ടൻ പറയും, നിനക്ക് തലയ്ക്ക് വെട്ടണ്ടോ ചിന്നു, കിടന്നുറങ്ങിക്കൂടെ, ഈ തലകുത്തി നിന്നിട്ട് നിനക്ക് എന്ത് സന്തോഷം കിട്ടാനാന്നൊക്കെ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അത് മിക്കവാറും എനിക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു. അതൊരപ്പുറത്തെ സൈഡാണ്. തലകുത്തി നിനക്ക് എന്ത് സന്തോഷം. അപ്പൊ അത് പിന്നെ ഇടയ്ക്കിടയ്ക്ക്. ചേച്ചി സിനിമയിൽ നിന്നൊക്കെ ചേച്ചി മാറുന്നപ്പോഴും ചില സമയത്തൊക്കെ ചില പരസ്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തിരുന്നു. അത് ആ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് മാറി നിൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണോ, അതോ ചില ദിവസങ്ങളിൽ ഒരു ചേഞ്ചിന് വേണ്ടി ചെയ്തതാണോ? അതെ, ചിലപ്പോ എനിക്ക് തോന്നും എന്തെങ്കിലും ചെയ്യാൻ തോന്നും. അങ്ങനെ ചെയ്യാൻ തോന്നുന്ന സമയത്താണ് ഞാൻ ഓരോ അഡ്വർടൈസ്മെന്റ്സ് ഒക്കെ ചെയ്തിരിക്കുന്നത്. എനിക്ക് ഇപ്രാവശ്യം ശരിക്കും പറഞ്ഞാൽ ഹരിതം എന്ന് പറഞ്ഞിട്ടുള്ള ആഡ് ഞാൻ ചെയ്തു. അപ്പൊ ആദ്യം അവരെന്നെ വന്ന് വിളിച്ചു. അപ്പൊ ഞാൻ ആദ്യം ഇല്ലാന്നാ പറഞ്ഞത്, കാരണം എനിക്ക് താല്പര്യമില്ല എന്നാ പറഞ്ഞത്. പക്ഷെ ഒരു 1 year ആയിട്ട് അവരെന്നെ വിളിച്ച് അപ്രോച്ച് ചെയ്തുകൊണ്ടിരുന്നു. പിന്നെ അവർ ആ പ്രോഡക്ട്സ് കൊണ്ടുവന്നു തന്നു, ഞാൻ ഉപയോഗിച്ചു. 10 വർഷമായി പിന്നെ അല്ല, ഈ പ്രോഡക്ട്സ് ഒക്കെ അയച്ചു തന്നു. അപ്പൊ എനിക്ക് പ്രോഡക്ട്സ് ഒക്കെ ഉപയോഗിച്ചപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമായി, നല്ല പ്രോഡക്ട്സ് ആണ്. അപ്പൊ അങ്ങനെയൊക്കെ ആയപ്പം എനിക്ക് തോന്നി ശരിക്കും എനിക്ക് ഷൂട്ടിങ് ഇങ്ങനെയൊക്കെ പോണം എന്ന് തോന്നി. പക്ഷെ ഒരു 2 ദിവസം കൊണ്ട് എനിക്ക് മതിയായി. അതെ, കാരണം എനിക്ക് എന്റെ പ്രാക്ടീസ് ഒന്നും നടക്കണില്ല, അങ്ങനെയൊക്കെ കുഴപ്പമില്ല. പക്ഷെ ഞാൻ എൻജോയ് ചെയ്തു ആ വർക്ക്. ഞാൻ വളരെ ഹെക്ടിക് ആയിരുന്നെങ്കിലും കുറെ കാലത്തിന് ശേഷം ചെയ്യുമ്പോൾ നമുക്കൊരു ചെറിയൊരു ബുദ്ധിമുട്ട് വരുമല്ലോ. അപ്പൊ അത് പക്ഷെ എന്നാലും ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു ആ സമയത്തെന്ന് എനിക്ക് തോന്നുന്നു. അത് എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ചെയ്തത്. ബിജേട്ടന്റെ കൂടെ ഏതെങ്കിലും ഇപ്പൊ ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ ഈ അടുത്ത് എപ്പോഴെങ്കിലും ഒക്കെ പോയിട്ടുണ്ടോ? ഇല്ല, എനിക്ക് ലൊക്കേഷനിൽ പോകാൻ ഇഷ്ടമല്ല പൊതുവെ. അല്ല, അങ്ങനെ എവിടെയെങ്കിലും പോയുമ്പോ നമ്മൾ ചിലപ്പോ നമ്മുടെ ആ ഒരു കാലഘട്ടമൊക്കെ മിസ് ചെയ്യോ, ഓർമ്മ വരിക? മിസ് ചെയ്യല്ല, എനിക്കങ്ങനെ ലൊക്കേഷനിൽ പോയിട്ട് എനിക്കൊന്നും ചെയ്യാനില്ലാണ്ട് അവിടെ ഇരിക്കുന്നത് ഇഷ്ടമല്ല. അതെ, അപ്പൊ എനിക്ക് തോന്നുന്നു ചിലപ്പോ എനിക്ക് മിസ് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോ എനിക്ക് ബോറടിക്കുകയൊക്കെ ചെയ്യും. കാരണം ഞാൻ ലൊക്കേഷനിൽ ഒരിക്കലും വെറുതെ ഇരുന്നിട്ടില്ല. നമുക്ക് എന്തെങ്കിലും ഒന്നുണ്ടാവും അടുത്തത് ചെയ്യാനുണ്ടാവും. അതുപോലെ സ്റ്റേജ് ഷോസ്, ഞാൻ പെർഫോം ചെയ്യാത്ത സ്റ്റേജ് ഷോസിന് പോകുമ്പോൾ അത് പെർഫോം ചെയ്തിട്ടുള്ളവർക്ക് അറിയാം, ക്യാമറയുടെ മുമ്പിൽ സ്ഥിരം നിന്നിട്ടുള്ളവർക്ക് അറിയാം, മാറി നിൽക്കുമ്പോൾ നമുക്ക് ബോറടിക്കും. നമുക്ക് അങ്ങനെ വെയിറ്റ് ചെയ്ത് അങ്ങനെ എനിക്ക് എന്താ പറയുക, എനിക്ക് ഇഷ്ടമല്ല.